എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഉഷൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന് സ്നേഹത്തോടെ നേരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ ഇപ്രകാരം തൻ്റെ ലേഖനത്തിൽ പറയുന്നു: അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. എന്തിനാണ് അത് പ്രകീർത്തിക്കുന്നത് എന്ന് അതിൻ്റെ ആദ്യ ഭാഗത്ത് പത്രോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാലാണ് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് വിളിച്ച അവിടുത്തെ നന്മകൾ പ്രകീർത്തിക്കണം എന്ന് ഒന്നാമത്തെ മാർപ്പാപ്പ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, 4 തരത്തിലാണ് മനുഷ്യന് വിളി അല്ലെങ്കിൽ ഒരുവൻ്റെ മനുഷ്യാത്മാവ് എന്ന നിലയിലുള്ള ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നത്. ഒന്ന്, ജീവനിലേക്കുള്ള വിളി. ജീവനിലേക്കുള്ള വിളി ഒരു മനുഷ്യനായി സ്വാതന്ത്ര്യത്തോടെ വ്യക്തിത്വത്തോടെ ജീവിക്കാനുള്ള വിളിയാണ്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടാനും ദൈവത്തിലേക്ക് തിരിയാനും ഒക്കെയുള്ള ഒരു സാധ്യതയിലേക്ക് നമ്മൾ വിളിക്കപ്പെടുന്നു. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസയിലൂടെ ദൈവമക്കളായി തീരാനുള്ള വിളിയാണ്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ദൈവമായവനെ അറിയാൻ നേരിട്ട് അവൻ്റെ ശരീരമായ തിരുസഭയിൽ അംഗമാകാൻ പരിശുദ്ധ മാമോദീസ നമ്മെ യോഗ്യരാക്കി തീർക്കുന്നു. മാമോദീസയിലൂടെ നാം എല്ലാവരും ദൈവത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഇടപെടലിന് നമ്മുടെ മനസ്സും ആത്മാവും ശരീരവും തുറവി ഉള്ളവരായി തീരാൻ ഇടയാക്കുന്നു. അത് ദൈവീകമായ പ്രവൃത്തിയാണ്. മനുഷ്യൻ്റെ പ്രവൃത്തി സമ്മതം എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കരുണയോടും കൃപാവരത്തോടുമുള്ള മനുഷ്യൻ്റെ തുറവിയിൽ നിന്നാണ് അവ പരിപൂർണമാക്കപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം, ദൈവവിളി എന്ന് പൊതുവെ അറിയപ്പെടുന്ന ജീവിതാന്തസ്സിലേക്കുള്ള വിളിയാണ്. നമുക്കറിയാം, സഭയിൽ നമ്മൾ മാമോദീസയിലൂടെ അംഗങ്ങളായെങ്കിലും ദൈവഹിതം കുറച്ചുകൂടെ വ്യക്തമായി പരിശീലിപ്പിക്കപ്പെടുന്നത് ദൈവവിളി എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന ജീവിതാന്തസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോഴാണ്. എന്തെന്നാൽ നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ആഗ്രഹങ്ങളെ മറ്റ് ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് ദൈവോന്മുഖമാക്കി തീർക്കാൻ പരിശീലിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, എനിക്ക് ഇപ്പോൾ ഒരു പാട്ട് പാടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ജീവിത പങ്കാളി വന്ന് കഥ പറയാൻ ഒരു പക്ഷേ നിർബന്ധിക്കാം, ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ആഗ്രഹമല്ല മറ്റു മനുഷ്യരുടെ ആഗ്രഹങ്ങളിലേക്കും ഒരു പരിധി കൂടെ കടന്ന് ദൈവത്തിൻ്റെ തിരുമനസ്സിലേക്കും നമ്മൾ തിരിയണം എന്ന പരിശീലനം നമുക്ക് ലഭിക്കപ്പെടുന്നത് ദൈവവിളി എന്ന ജീവിതാന്തസ്സിലാണ്. അതിന് കാരണം, നമ്മളെപ്പോഴും നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് ഐക്യമുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മെ ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്. നാലാമത്തെ കാര്യം, നിത്യജീവനിലേക്കുള്ള വിളിയാണ്. ഈ ഭൂമിയിൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വേർപാടിന് ശേഷം നമ്മൾ ആത്മാവിൽ ദൈവത്തെ പൂർണ്ണമായി അറിയുകയും നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് നൽകപ്പെട്ട സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ കൃപയും അവിടുത്തെ മഹത്വം അറിയുമ്പോൾ, കർത്താവേ, ഞാൻ അങ്ങേക്ക് യോഗ്യനാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ യോഗ്യതയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൽ ഏറ്റവും ഉചിതമായി ചിന്തിക്കാവുന്ന ഒരു വിഷയം ഇവ തന്നെയാണ്. ആദ്യത്തെ മാർപ്പാപ്പ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് നാം എന്നതുകൊണ്ട് അവിടുത്തെ അത്ഭുതകരമായ നന്മ നമ്മൾ പ്രകീർത്തിക്കണം. അതിൻ്റെ കാരണം പത്രോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ പ്രകാശത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായും ഇത് തന്നെ ഉറപ്പിച്ചു പറയുന്നു. 1 യോഹന്നാൻ 1:6 ദൈവത്തിൽ അന്ധകാരമില്ല, അവിടുത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും അതേ സമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. ദൈവം പ്രകാശമാണെന്ന് യോഹന്നാൻ സ്ലീഹ മറ്റൊരവസരത്തിൽ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാമല്ലോ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൽ നാം ഏറ്റവും ഗഹനമായി ചിന്തിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മൾക്ക് നൽകപ്പെട്ട വിളിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. 4 തരത്തിലുള്ള വിളിയാണ് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ജന്മം നൽകുമ്പോൾ ആ മക്കൾ ആരെയെങ്കിലും ഒക്കെ റോൾ മോഡലായി തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാറുണ്ട്. നമ്മളെ എത്ര കണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു നായകനായി
അവർക്ക് സ്വീകരിക്കാൻ കഴിയും, ഒരു റോൾ മോഡലായി തിരഞ്ഞെടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം കുറവുകളും ന്യൂനതകളും നിലനിൽക്കുകയാണ്. എന്നാൽ പരിശുദ്ധ ത്രിത്വം നമുക്ക് ഏറ്റവും ഉറപ്പുള്ള മനസ്സോടെ നമ്മുടെ ഏക മാതൃകയായി തിരഞ്ഞെടുക്കാവുന്ന കൂട്ടായ്മയാണ്. സഭയിൽ നാം വിശ്വാസം എങ്ങനെ ജീവിക്കുന്നു, അതെങ്ങനെ പരിപോഷിപ്പിക്കപ്പെടുന്നു, എങ്ങനെ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കണം എന്നെല്ലാം പരിശുദ്ധ ത്രിത്വത്തെ നാം നോക്കി കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. റൂബൽ ആൻഡ്രി എന്ന റഷ്യൻ സന്യാസി വരച്ച ഒരു ചിത്രം, ആ ചിത്രത്തെയാണ് വിശുദ്ധ ആഗസ്തീനോസ് തൻ്റെ തീസിസിൽ പരിചയപ്പെടുത്തുന്നത്. ആ ചിത്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യമായി ആ ചിത്രം വരച്ച രീതിയെക്കുറിച്ച് നമുക്കൊന്ന് പരിഗണിക്കാം. പൗരസ്ത്യരായിട്ടുള്ള ആളുകൾക്ക് ഐക്കൺ പടം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്തെന്നാൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമായാണ് അവർ പരിഗണിക്കുക. ആരെങ്കിലും ഐക്കൺ പടം വരയ്ക്കുന്നതിനോ അത് റിപ്പയർ ചെയ്യുന്നതിനോ മുമ്പ് 40 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അവർ അത് വരയ്ക്കുകയോ റിപ്പയർ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് വരയ്ക്കുന്ന ആളുടെ അടുത്ത് മറ്റൊരാൾ ഇരുന്ന് പ്രാർത്ഥിക്കും. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ പടം ഒരിക്കലും മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു വരകാരൻ്റെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊന്നാകാതെ ദൈവിക ചൈതന്യത്താൽ നിവേശിതമായി തീരാൻ വേണ്ടിയിട്ടാണ് അത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങി രൂപപ്പെടുത്തുന്നത്. അതായത് ദൈവത്തോടുള്ള അഗാധമായ ഒരുമയിൽ നിന്നും ജീവനിൽ നിന്നും അവിടുത്തെ സാന്നിധ്യത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കലാകാരൻ അത് വരയ്ക്കുമ്പോൾ മറ്റൊരു വ്യക്തി അതിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുന്നത്. ഈ ചിത്രം നമുക്കിവിടെ നിന്ന് പരിചയപ്പെടാം. ലോകത്തിൽ അനേകം വിധത്തിൽ ത്രിത്വത്തിന്റെ ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം സ്നേഹനിർഭരമായ മഹത്വമുള്ള മറ്റൊരു ചിത്രം കാണുക പ്രയാസമാണ്. ഇതിൻ്റെ ആന്തരികമായ പൊരുള് മനസ്സിലാവുമ്പോഴാണ് എന്താണ് ഈ ചിത്രത്തിൽ ഇത്രമാത്രം ഗഹനമായ ഒരു നന്മ ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് നമുക്കറിയാനായിട്ട് കഴിയുന്നത്. പൊതുവെ നമ്മുടെ ധാരണയിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചിത്രത്തിൽ ഇതിന് സദൃശ്യമായ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നടുവിൽ ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിതാവ് എന്ന ഒരു ധാരണ പൊതുവെ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. എന്നാൽ അത് തെറ്റാണ്. വലതുവശത്ത് ആദ്യം കാണുന്ന വ്യക്തിയാണ് പിതാവ്. പിതാവ് നേരെ ഇരിക്കുന്നു, അതായത് എല്ലാവരിലും ഉന്നതൻ. അവിടുത്തെ വലതുകരം ഒരു അടയാള രൂപത്തിൽ അല്ലെങ്കിൽ ആശീർവാദ രൂപത്തിൽ ഉയർത്തിയ മുട്ടുകാലിന് മീതെ പുത്രനെ ചൂണ്ടുന്നു. പുത്രൻ പിതാവിൻ്റെ അടയാളം നോക്കി ഞാൻ അത് സ്വീകരിക്കാം എന്ന മട്ടിൽ തല കുനിക്കുന്നു. അതേസമയം പുത്രൻ തൻ്റെ അനുഗ്രഹീതമായ കരം കൊണ്ട് മേശപ്പുറത്തിരിക്കുന്ന കാസ ചൂണ്ടുന്നു. എന്നാൽ കാസയുടെ ചലനം പരിശുദ്ധാത്മാവിൻ്റെ നേർക്ക് തിരിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരം മേശയിൽ എസ് അഥവാ ഇതാ ഞാൻ എന്ന് പറയുന്ന വിധത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തിനും പുത്രൻ്റെ ഉത്തരത്തിനുമായി വച്ചിരിക്കുന്നു. അങ്ങനെ പിതാവിൻ്റെ ചലനം പരിശുദ്ധാത്മാവിൽ ചെന്ന് അവസാനിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും നേരെ തല കുനിക്കുന്നു. അങ്ങനെ ഒരു സർക്കുലർ മൂവ്മെന്റ് തുടരുന്നു. പടത്തിൽ പുത്രൻ പിതാവിനേക്കാളും പരിശുദ്ധാത്മാവിനേക്കാളും അല്പം ഉയരത്തിലാണ് ഇരിക്കുന്നത്. എന്തെന്നാൽ പുത്രൻ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. പിതാവിൻ്റെ മഹത്വം പുത്രനാണ്. പിതാവ് തൻ്റെ ആഗ്രഹം പുത്രനെ അറിയിക്കുന്നു. പുത്രൻ പറയുന്നു, എൻ്റെ ഭക്ഷണം എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റലാണ്, അവിടുത്തെ പ്രവൃത്തി പൂർത്തിയാക്കലും. പിതാവിൽ നിന്ന് വെളിപ്പെടുത്തപ്പെടാത്ത ഒന്നും ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ ജോലി എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റലാണ്. എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് പുത്രൻ്റെ അടുത്ത് അവിടുത്തെ പിതൃവചന നിർവഹണത്തിലുള്ള പ്രതിസന്ധിയിൽ ആശ്വസിപ്പിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനുമായിട്ട് ഇരിക്കുന്നു. അതേസമയം തന്നെ പിതാവിൻ്റെ കരം നമുക്കൊരു സൂചന നൽകുന്നു. ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുവിൻ. ഇതാ പിതാവ് പുത്രനെ കാണിച്ചു തരുന്നു. പിതാവ് തന്നിലേക്ക് തന്നെ ശ്രദ്ധിക്കുവാൻ പറയുന്നില്ല. പുത്രനെ കാണിച്ചിട്ട് പറയുകയാണ്, അവനെ കേൾക്കുക എന്ന്. ഇവിടെ നമുക്ക് പിതാവിൻ്റെ വലിയ എളിമ കാണാം. ഏറ്റവും വലിയ ശ്രേഷ്ഠത തൻ്റെ പുത്രൻ തന്നെയാണ്. ഈ സമയം നമ്മുടെ മനസ്സിൽ വരുന്നത് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠമായി കരുതട്ടെ എന്ന് പൗലോസ്ലീഹായുടെ വാക്കുകളാണ്. പിതാവ് നമ്മോട് പറയുന്ന
പുത്രൻ്റെ വചനം നിങ്ങൾ കേൾക്കുവിൻ എന്ന്. അവിടത്തേക്ക് പൂർണ്ണമായ വിശ്വാസം പുത്രനിലുണ്ട്. നല്ലവനായ പുത്രനും അതുപോലെ പിതാവിൽ നിന്ന് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് പുത്രൻ നടുവിൽ പിതാവിൻ്റെ പക്കലേക്ക് അല്പം കുനിഞ്ഞ് നമ്മുടെ ശ്രദ്ധ പിതാവിൻ്റെ പക്കലേക്ക് തിരിപ്പിക്കുന്നു. അതോടൊപ്പം മേശപ്പുറത്തിരിക്കുന്ന തൻ്റെ രക്തത്തിൻ്റെ കാസ ചൂണ്ടിക്കൊണ്ട് നിത്യം നമുക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നു. അവിടുന്ന് പിതാവിൻ്റെ മുമ്പിലെ നിത്യ മാധ്യസ്ഥനാണ്. അതേസമയം തൻ്റെ കൈകൾ കൊണ്ട് പരിശുദ്ധാത്മാവിനെ കാണിച്ചു തന്നുകൊണ്ട് നമ്മോട് പറയുകയാണ്, അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകാത്തത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന്. വീണ്ടും യേശു തൻ്റെ ശ്രദ്ധ തന്നിലേക്ക് തന്നെ തിരിക്കാതെ അരൂപിയെ ശ്രവിക്കുവാനും പിതാവിനെ അനുസരിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് മറ്റുള്ളവരെക്കാൾ താഴ്ന്നവനല്ല. അവിടുത്തെ പൊസിഷൻ പിതാവിലേക്കും പുത്രനിലേക്കും നമ്മെ നയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മിൽ ആയിരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പെന്തക്കോസ്താ ദിവസം സ്ലേഹന്മാർ ചെയ്തതുപോലെ നമ്മുടെ വായ് തുറന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഉദ്ഘോഷിക്കുവാൻ നമ്മോട് കൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ പിതാവിലേക്ക് ആനയിക്കുന്നു. അതുകൊണ്ട് നാം അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവമക്കളായി അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കുകയും ചെയ്യണം. ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മെ പുത്രരും അവകാശികളും ആക്കുന്നത്. ആത്മാവാണ് നമ്മെ പിതാവിൻ്റെ അടുത്ത് പുത്രരും യേശുവിൻ്റെ അടുത്ത് അവിടുത്തെ അനുസരിക്കുന്ന ദാസരുമാക്കുന്നത്. ആത്മാവിനെ കൂടാതെ ആർക്കും യേശു കർത്താവാണെന്ന് പറയുവാൻ സാധ്യമല്ല. നമുക്ക് യേശുവിനോട് നീ എൻ്റെ കർത്താവാണെന്ന് പറയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ കൂടാതെ പറ്റുകയില്ല. 3 പേരും മറ്റുള്ളവരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായിരിക്കുന്നത് പോലെ തന്നെ അവരുടെ ജീവിതവും യഥാർത്ഥത്തിൽ ഒരൈക്യമാണ്, ഒന്നാകലാണ്. ഇവിടെ ഓരോരുത്തരും സ്വന്തം ജീവിതം മറ്റു 2 പേർക്കും വേണ്ടി നഷ്ടപ്പെടുത്തുന്നു. ഈ ചിത്രത്തിൽ 3 പേർക്കും വിവിധങ്ങളായ വസ്ത്രധാരണം, കളറുകൾ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അവയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പിതാവ് ധൂമ്രവർണ്ണത്തിലുള്ള ഒരു പുറംകുപ്പായം ധരിച്ചിരിക്കുന്നു. രാജകീയ വസ്ത്രമാണ്. അതോടൊപ്പം അവിടുത്തെ ദൈവത്വവും മനുഷ്യത്വവും സൂചിപ്പിക്കുന്നു. അടിയിൽ ഒരു നീല നിറത്തിലുള്ള കുപ്പായവും നീല ആകാശത്തിൻ്റെ നിറം ദൈവികതയെ സൂചിപ്പിക്കുന്നു. 3 പേരും ദൈവമാണ്. പിതാവിൻ്റെ ദൈവത്വം നമുക്ക് കാണാൻ പറ്റുകയില്ല. എന്തെന്നാൽ നാം ആരും പിതാവിനെ കണ്ടിട്ടില്ല. നീല മറയ്ക്കപ്പെട്ടാണ് നാം കാണുന്നത്. അതായത് ഒരു നേരിയ രേഖ പോലെ നെഞ്ചിൽ കാണുന്നു. ദൈവത്വം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നാം അവിടുത്തെ മഹത്വം ദർശിക്കുന്നു. മഹത്വത്തിൻ്റെ രാജ്യത്വത്തിൻ്റെ പുറംകുപ്പായമാണ് അവിടുന്ന് ധരിച്ചിരിക്കുന്നത്. പുത്രൻ്റെ കുപ്പായം ചുവന്ന നിറത്തിലാണ്, രക്തവർണ്ണത്തിൽ. ചുവപ്പ്, തീ, രക്തം ഇവ മനുഷ്യത്വത്തിൻ്റെയും ബലിയുടെയും അടയാളമാണ്. പുത്രൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചു. രക്തസാക്ഷിത്വത്തിൻ്റെ വസ്ത്രമാണ് പുറംകുപ്പായം. നീല. നീലയെക്കുറിച്ച് പറയുമ്പോൾ കടലിൻ്റെ, ആകാശത്തിൻ്റെ നിറം നീലയാണ്. ആഴത്തിലേക്ക് നീങ്ങുന്തോറും നീല കൂടിക്കൂടി വരുന്നു. അപാരത. പുത്രൻ്റെ സ്നേഹം അപാരമാണ്. അവിടുത്തെ അപാരമായ സ്നേഹത്തെയും ദൈവത്വത്തെയും നീല കൊണ്ട് സൂചിപ്പിക്കുന്നു. പുത്രൻ മനുഷ്യനാണ്. തൻ്റെ രക്തം കൊടുത്ത് ദൈവത്വം അണിഞ്ഞു. ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, യേശു ദൈവമായിരിക്കെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന്. യേശുവിനെ അവതരിപ്പിക്കുന്നത് മനുഷ്യനെ പോലെയും എന്നാൽ ദൈവത്വം അണിയുകയും പിതാവിനാൽ എല്ലാ അധികാരവും സ്വീകരിക്കുകയും ചെയ്തവനെ പോലെയുമാണ്. തോളിലെ മഞ്ഞവര പൗരോഹിത്യത്തെ, പിതാവിൽ നിന്ന് കിട്ടിയ അധികാരത്തെ സൂചിപ്പിക്കുന്നു. അതായത് പാപം മോചിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, മരിച്ചവരെ ഉയർപ്പിക്കുക തുടങ്ങിയ ദൈവീക പ്രവൃത്തികൾ. ഈ മഞ്ഞവര അവിടുത്തെ പൗരോഹിത്യത്തെയും നുകത്തെയും സൂചിപ്പിക്കുന്നു. നുകം പിതാവിന് പൂർണ്ണമായി അടിയറ വച്ച് അനുസരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ആത്മാവ് ദൈവാത്മാവാണ്, ജീവൻ നൽകുന്നു. അതുകൊണ്ട് പുറംകുപ്പായം പച്ച. ജീവന്റെ നിറം പച്ചയാണ്. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന നീർച്ചാലാണ് അത്.
ആത്മാവ് തന്നെ സ്വീകരിക്കുന്നവർക്ക് ഒരു പുതിയ ജീവിതം പ്രദാനം ചെയ്യുന്നു. ഇനി 3 പേരുടെയും കയ്യിൽ ഒരേ നീളമുള്ള വടിയുണ്ട്, തീർത്ഥാടകരുടെയും ഇടയന്മാരുടെയും പോലെ, എന്നാൽ വളരെ കനം കുറഞ്ഞതാണ്. രാജാവിൻ്റെ ചെങ്കോൽ പോലെ. ദൈവം രാജാവാണ്. ഒരു വലിയവനായ ഭരിക്കുന്ന രാജാവിനെ പോലെയല്ല, മറിച്ച് സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന രാജാവിനെ പോലെ. വടിക്ക് ചുവന്ന നിറം, സ്നേഹത്തിൻ്റെയും രക്തത്തിൻ്റെയും നിറം. ദൈവത്തിൻ്റെ ശക്തി സ്നേഹത്തിൻ്റെ ശക്തിയാണ്. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഈ ലോകത്തിൽ നമുക്ക് ദർശിക്കാം. എല്ലാ സൃഷ്ടികളും അവരുടെ ജീവിതത്തിൽ പങ്കാളികളാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പുറകിൽ ഒരു മല, അല്ലെങ്കിൽ മേഘം, അല്ലെങ്കിൽ കാറ്റിൻ്റെ വീശൽ പുത്രനിലേക്കും പിതാവിലേക്കും വീശുന്നതായിട്ടും കാണാം. ഈ വീശൽ അഥവാ ഊതൽ എല്ലാ സൃഷ്ടികളെയും പിതാവിലേക്കും പുത്രനിലേക്കും പിതൃഭവനത്തിലേക്കും ആനയിക്കുന്നു. പുത്രൻ്റെ പുറകിൽ ഒരു വൃക്ഷമാണ്, അത് ജീവൻ്റെ വൃക്ഷം. യേശുക്രിസ്തു ജീവനാണ്. യേശുവാണ് ആ മരത്തിലെ ഫലം. ആത്മാവിലൂടെ പിതാവിൻ്റെ പക്കലേക്ക് നയിക്കുന്ന വൃക്ഷം നമ്മുടെ സ്ഥാനം. മാലാഖമാരുടെ ചിറകുകൾ കൊണ്ട് അവയ്ക്ക് ഇടയ്ക്കുള്ള ബന്ധം അടയ്ക്കുന്നു. നമുക്ക് പ്രവേശിക്കാനുള്ള ഏക കവാടം മുൻപിൽ മാത്രമേയുള്ളൂ. മുമ്പിലുള്ള കവാടത്തിലൂടെ നാം കടക്കുകയാണെങ്കിൽ 1-ാമത്തെയും 3-ാമത്തെയും മാലാഖമാരുടെ പാദപീഠത്തിനിടയ്ക്ക് പച്ച നിറത്തിലുള്ള ഒരു കാസയുടെ രൂപത്തിലുള്ള സ്ഥലം കണ്ടുമുട്ടുന്നു. അല്പം കൂടി മുമ്പോട്ട് പോയാൽ അൾത്താരയിൽ മേശയിൽ ഒരു ചെറിയ ദ്വാരം. അത് രക്തസാക്ഷികളുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിട്ടുള്ളതാണ്. അല്പം കൂടി കയറിയാൽ കാണാം മേശവിരിയിൽ കാസ വച്ചിരിക്കുന്നത്. അത് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടതും 3 പേരുടെയും കരങ്ങളാൽ ചൂണ്ടപ്പെട്ടതും 3 പേരുടെയും സംസാരത്തിൻ്റെ വിഷയവും. മേശവിരിയുടെ രൂപം നോക്കിയാൽ അതും ഒരു കാസയുടെ രൂപമാണ്. മുകളിലോട്ടും താഴോട്ടും പോകുന്ന വരകൾ യേശുവിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നു. നമ്മുടെ സ്ഥാനം മുൻപിലാണ്. നമുക്കും ആ കാസയിൽ പ്രവേശിക്കാൻ പറ്റും. ഏകരൂപം നമുക്കുള്ളത് അതിൽ നോക്കുക മാത്രമല്ല, അതിൽ ഒന്നായി ജീവിക്കുക എന്നതാണ്. യേശുവിനോട് ചേർന്ന് യേശു പിതാവിന് അർപ്പിക്കുന്ന ബലിയിൽ നമ്മെയും കാഴ്ചയായി അർപ്പിച്ച് ആ കാസയിൽ ഒന്നായി തീരുക ആണ്. ആത്മാവിൻ്റെ ആശ്വാസത്തോടെ യേശുവിനോട് കൂടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് നമ്മുടെ സ്ഥാനം. അതായത് രക്തസാക്ഷികളുടെ സ്ഥാനത്ത് നാം ആയിരിക്കുക. ഈ സ്ഥാനത്ത് നാം നമ്മെ തന്നെ വയ്ക്കുകയാണെങ്കിൽ, ദൈവത്തോടുള്ള ഐക്യത്തിൽ നമ്മുടെ ജീവിതം അർപ്പിക്കുകയാണെങ്കിൽ, നമുക്കും കേൾക്കാൻ സാധിക്കും ആ 3 പേരും പരസ്പരം ഒരാൾ മറ്റൊരാളോട് പറയുന്ന കാര്യങ്ങൾ. അങ്ങനെ അവരുടെ സംഭാഷണം കേൾക്കാൻ നമുക്കും സാധിക്കുന്നു. എന്താണ് ഈ നിമിഷത്തിൽ എന്നെക്കുറിച്ച് പറയുന്നത്? എന്താണ് പിതാവ് പുത്രനോട് എന്നെക്കുറിച്ച് ചോദിക്കുന്നത്? ഇനിയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ നീ തയ്യാറാവുകയാണോ എന്ന് ചോദിക്കുകയാണോ? പുത്രൻ തലകുനിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. നിശബ്ദതയിൽ നിനക്കും അവർ മറ്റൊരാളോട് പറയുന്നതിനോട് ഒന്നിച്ചു ചേരാം. പിതാവ് യേശുവിനോട് പറയുന്നു, നീ എനിക്ക് പ്രിയങ്കരനായ പുത്രൻ. നീയും നിശബ്ദതയിൽ ആ പിതാവിനോട് ചേർന്ന് യേശുവിനെ വിളിക്കുക. വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞ് കണ്ണുകളടച്ച് നിശബ്ദതയിൽ യേശുവിനോട് ചേർന്ന് ആബാ പിതാവേ എന്ന് വിളിക്കുക. അങ്ങനെ ശ്വാസോച്ഛ്വാസത്തോടു കൂടി അത് തുടരുക. വീണ്ടും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് യേശു നീ കർത്താവാണെന്ന് ഏറ്റുപറയുക. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് ഒരു മാതൃകയായി എടുക്കാവുന്നത്? ത്രിത്വം ഒരു മാതൃക മാത്രമല്ല, അവരിൽ നാം ഒന്നായി മുഴുകിച്ചേർന്ന് ജീവിക്കണം. നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് മാമോദിസ സ്വീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ ത്രിത്വം വളരെ അകലെയുള്ള ഒരു കുടുംബമല്ല. അവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിനും, അവർ പറയുന്നത് പോലെ പറയുന്നതിനും, അവർ കേൾക്കുന്നത് പോലെ കേൾക്കുന്നതിനും വേണ്ടി നാം അവർക്കുള്ളിൽ ജീവിക്കുന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഉള്ളാണ് അവരും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ആദ്യം നമ്മോട് സംസാരിച്ച കാര്യം നാം കേട്ടു. ദൈവം പ്രകാശമാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ
പത്രോസ്ലിഹയും പറഞ്ഞത് നാം കേട്ടതാണ്. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവത്തിൻ്റെ നന്മകൾ നമ്മൾ പ്രകീർത്തിക്കണം. ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്കും തൻ്റെ പൂർണ്ണതയിലേക്കുമാണ് അവിടുന്ന് നിസ്സാരരായ നമ്മെ വിളിച്ചത്. പാപത്തിൻ്റെ സ്വാധീനം മൂലം ആദി മാതാപിതാക്കൾക്ക് തെറ്റ് സംഭവിച്ചെങ്കിലും അവരെ വീണ്ടും അവിടുന്ന് തന്നെ വീണ്ടെടുത്തുകൊണ്ട് തൻ്റെ പരിപൂർണതയിലേക്ക്, പ്രകാശത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നമ്മെ വീണ്ടും ഉൾച്ചേർത്തിരിക്കുന്നു. നമുക്ക് നടന്നു നീങ്ങാം. ദൈവത്തെ അനുസരിച്ചുകൊണ്ടും അവിടുത്തെ ആവശ്യപ്പെടലുകളോട് എപ്പോഴും തുറവിയും അനുസരണവും സ്നേഹവുമുള്ള ഒരാളായിരുന്നുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിയായ വിനിയോഗത്തിലൂടെ നമുക്ക് ആ ലക്ഷ്യം പൂർണ്ണമാക്കാം. ഇന്ന് തിരുസഭയിൽ നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ അംഗമാകാനുള്ള ഒരു ഹൃദയം നമുക്ക് ജനിക്കട്ടെ. ആമേൻ.